ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. രജനികാന്തിന്റെയും വിജയും ഉൾപ്പെടെയുള്ള മുൻനിര തമിഴ് താരങ്ങളുടെ നിരയിലാണ് നിലവിൽ ശിവകാർത്തികേയന്റെ സ്ഥാനം. അമരന്റെ വൻ വിജയമാണ് താരത്തെ മുന്നേറാൻ സഹായിച്ചത്. എന്നാൽ ഒരിക്കൽ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞ താരവുമാണ് ശിവകാർത്തികേയൻ. മിസ്റ്റർ ലോക്കൽ സിനിമയുടെ പരാജയത്തെ തുടർന്നുള്ള സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിച്ച ചിത്രമായിരുന്നു മിസ്റ്റർ ലോക്കൽ. മിസ്റ്റർ ലോക്കൽ വൻ പരാജയമായിരുന്നു. ശിവകാർത്തികേയൻ മുഴുവൻ പ്രതിഫലവും നൽകാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ട്. അന്ന് 11 കോടി രൂപയാണ് താരത്തിന് നൽകാതെ മാറ്റിവെച്ചത്. ശിവകാർത്തികേയന്റെ അമരൻ എന്ന സിനിമ ആഗോളതലത്തിൽ 250 കോടിയിലധികം നേടി എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ മാത്രമുള്ള കളക്ഷന്റെ കണക്കുകളും ചിത്രത്തിന്റെ വിജയമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 177 കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരു മേജറായിട്ടാണ് ശിവകാർത്തികേയൻ ചിത്രത്തിൽ വേഷമിട്ടത്. രാജ്കുമാർ പെരിയസ്വാമിയാണ് അമരൻ എന്ന ചിത്രം സംവിധാനം ചെയ്തതും. മേജറിന്റെ ജീവിതകഥ ഒരു സിനിമയായി എത്തുമ്പോൾ അതിന്റെ ആവേശത്തിലായിരുന്നു തമിഴ് താരം ശിവകാർത്തികേയൻ. സിനിമ സ്വീകരിക്കാൻ കാരണം യൂണിഫോം ആയിരുന്നുവെന്ന് പറഞ്ഞിരുന്ന ശിവകാർത്തികേയൻ ചിത്രത്തിലെ മേജർ കഥാപാത്രം തന്റെ അച്ഛനുമായി സാമ്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. കളറേ മാറുന്നുള്ളൂ, ഉത്തരവാദിത്തം ഒന്നാണ്. ഞാൻ ആ സിനിമ സ്വീകരിക്കുമ്പോൾ വരുന്ന വെല്ലുവിളികൾ ബോധ്യമുണ്ടായിരുന്നു. വേറിട്ട ഒരു വ്യക്തിയായി മാറാൻ തന്റെ ഊർജം എല്ലാം സംഭരിക്കേണ്ട ആവശ്യമുണ്ട്. യൂണിഫോം ധരിക്കാൻ ഞാൻ സ്വയം തന്നെ പരിശീലിച്ചു. യഥാർത്ഥ ഒരു വ്യക്തിയുടെ കഥ ആയതിനാൽ സിനിമ സുഹൃത്തുക്കളും അടുപ്പമുള്ളവരും കാണും. പക്ഷേ യൂണിഫോം ഞാൻ ധരിച്ചപ്പോൾ ഒരു ഹീറോയായി അനുഭവപ്പെട്ടു. മുകുന്ദനായി ഞാൻ ചിത്രത്തിൽ വേഷമിട്ടപ്പോൾ യഥാർത്ഥ ആർമിക്കാർ തന്നെ അഭിനന്ദിച്ചുവെന്നും ശിവകാർത്തികേയൻ പറയുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.